quiet street. Footsteps dancing to a steady beat. Far from home but feeling near. Every smile says you belong here. അപ്പോൾ നാളെയാണ് എൻഗേജ്മെന്റ്. ഓർമ്മയുണ്ടല്ലോ? നീ എല്ലാവരെയും കൂട്ടി കൃത്യസമയത്ത് പള്ളിയിലെത്തണം. വൈക്കാൻ പാടില്ല കേട്ടോ. ഡെഫിനറ്റ്ലി വിൽ കം ഓൺ ടൈം. പിന്നെ ഒരു കാര്യം, ഞങ്ങൾക്ക് സ്പെഷ്യൽ ട്രീറ്റ് വേണം. ഞങ്ങളാണ് ഐസക്കിന്റെ കാര്യം നിന്റെ അപ്പനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. I will give you all a big treat. I promise you. Bye, see you tomorrow. എടാ, വഴി വെച്ച് വണ്ടി പഞ്ചറായി. സാരമില്ല, നിനക്ക് പോകാൻ ഞാൻ മറ്റൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ അതിൽ പള്ളിയിൽ പോയിക്കോ. ഓക്കെ, ഞാൻ ആ വണ്ടിയിൽ നേരെ പള്ളിയിലേക്ക് എത്താം. നിങ്ങൾ വൈകാതെ അങ്ങോട്ട് എത്തണേ. എൻ്റെ കൂടെ നിൽക്കാൻ കൂട്ടുകാരായിട്ട് നിങ്ങളേ ഉള്ളൂ. കണ്ണിൽ തൂവുന്നൊരു സ്വപ്നമായി നീ, മനസ്സിൽ പൂക്കുന്നൊരു പാട്ടായി നീ, പ്രണയം നിറയും രാത്രികളിൽ നിന്റെ നാമം മൊഴിയുന്നു ഞാൻ. മഴത്തുള്ളി തഴുകുന്ന പോലെ നീ എൻ ഹൃദയം തൊട്ടുപോയി. പൂക്കൾ തൻ സുഗന്ധം പോലെ എൻ ജീവിതം നിറച്ചുവോ നീ. ആകെ ബ്ലോക്കാണല്ലോ. നമ്മൾ വൈക്കുമോ? വല്ല ആക്സിഡന്റും ആയിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അയ്യോ, ചെറിയ കുട്ടിയാണല്ലോ, നല്ല പോലെ പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. നോക്കി നിൽക്കാതെ ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കൂ. ഒരു കുട്ടി ആക്സിഡന്റായി മരിക്കാൻ കിടക്കുന്നത് കണ്ട് വീഡിയോ എടുത്ത് നിൽക്കുന്ന നിങ്ങളൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ? മാറി നിൽക്കുക എല്ലാവരും. ഈ കുട്ടിയെ ഞാൻ രക്ഷിച്ചോളാം. വിജയേട്ടാ, വേഗം കാർ കൊണ്ടുവരൂ. ഈ തിരക്കിൽ എങ്ങനെ പോകാനാണ്? വഴി കംപ്ലീറ്റ്ലി ബ്ലോക്കാണ്. എനിക്കറിയാം, പക്ഷെ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. കാര്യം പറയാൻ അപ്പച്ചനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇല്ലെന്നെ കുറെ ട്രൈ ചെയ്ത് നോക്കി. പപ്പയുടെ കയ്യിൽ ഫോൺ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്ത് ചെയ്യും? ചേട്ടന്ന് വേഗം വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടോളൂ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം.
ഐസക്കിനെ ഈ നേരമായിട്ടും കാണുന്നില്ലല്ലോ. എന്ത് പറ്റിയതാവോ? എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും വൈകില്ലല്ലോ. കുട്ടിയുടെ കാര്യം കുറച്ച് സീരിയസ് ആണ്. എങ്കിലും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടില്ല. ബ്ലഡ് കുറച്ചധികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ആണ്. ബി ഗ്രൂപ്പ് ആണെങ്കിൽ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്കുമില്ല. എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പ് ഉള്ളവരെ കണ്ടെത്തി ഇവിടെ എത്തിക്കാനും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ, അതോർത്ത് വിഷമിക്കേണ്ട. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ആണ്. ഇനി അതും തികഞ്ഞില്ലെങ്കിൽ എൻ്റെ ബ്രദറിനോട് ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറയാം. മോളെ, ഞാൻ അവനെ കുറെ വിളിച്ചു നോക്കി. അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ ഇനി വരുമെന്ന് തോന്നുന്നില്ല. ഡാഡി, ഐസക് അങ്ങനെ ചെയ്യുന്ന ആളല്ല. അവൻ എന്തെങ്കിലും കുറ്റത്താണെങ്കിലോ? ഞാൻ എന്നെ പറഞ്ഞതല്ലേ അവൻ നമുക്ക് ശരിയാവില്ലെന്ന്. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യ്. ഞാൻ പോകുന്നു. റിയ, എന്നോട് ക്ഷമിക്കൂ. റോഡിൽ ആക്സിഡന്റ് ആയി കിടന്ന ഒരു കുട്ടിയെ ആശുപത്രി എത്തിക്കുന്നു. അതാ വൈകിയെന്ന്. എന്നോടിത് വേണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞില്ലേ? നീ വരുന്നുണ്ടോ? അങ്ങനെ പറയരുത് റിയ. ആ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഇതെല്ലാം ഞാൻ മറന്നുപോയി. താങ്കളല്ലേ ഐസക്? താങ്കൾ ഇന്ന് ദൈവത്തെ പോലെ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മകൾ ജിനൂടെ ഉണ്ടാക്കുമായിരുന്നില്ല. ഞാൻ എൻ്റെ കടമ മാത്രമാണ് ചെയ്തത്. ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പിന്നെ മനുഷ്യത്വം എന്ന വാക്കിന് എന്തർത്ഥമാണുള്ളത്? ഇദ്ദേഹം ഞങ്ങളുടെ മോളെ ആശുപത്രിയിലാക്കുക മാത്രമല്ല ചെയ്തത്, അവൾക്ക് രക്തം കൊടുക്കുക കൂടി ചെയ്ത് അവളുടെ ജീവൻ രക്ഷിച്ചു. സ്വന്തം കാര്യം ഉപേക്ഷിച്ച ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സുണ്ടല്ലോ, അതിലും വലുതായി എന്താണ് മോളെ നിനക്ക് കിട്ടാനത്? ഒരു ചെറുലോകം എൻ കണ്ണുകളിൽ തീർത്തവൾ നീ. നിന്റെ ഒരു നേർനോട്ടത്തിൽ മാനസം പൂത്തുലഞ്ഞു. പെട്ടെന്ന് കഴിഞ്ഞോ? എന്നിട്ട് മമ്മി ഇവിടെ? She is coming from the shop. ഹായ് ഐസക്, കുറെ നേരമായോ വന്നിട്ട്? ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. എന്നാൽ നമുക്ക് പോയാലോ? എൻ ഹൃദയം നൃത്തം ചെയ്യുന്നു. പൊൻപ്രഭാതം പോലെ നീ എൻ വഴികളിൽ തെളിഞ്ഞവൾ.